പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി സ്മാരക ഫൗണ്ടേഷൻ നടത്തുന്ന 41 ദിവസത്തെ തുഞ്ചൻ കാവ്യാലാപനവും പ്രഭാഷണ പരമ്പരയും അമ്പിളി ഭവനിൽ സൗദം സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്ക നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്നത് രാമായണം എന്ന മഹാസാഗരത്തിലെ ഒരു കപ്പ് വെള്ളം മാത്രമാണ്. അത്ര വിശാലവും ഗഹനവും ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ് രാമായണ കഥ എന്ന് പറയുന്നത്. വാൽമീകി ആണ് ആദ്യമായിട്ട് രാമായണം എഴുതിയത് നമുക്കറിയാം. ആ രാമായണം നമ്മൾ വാൽമീകി രാമായണം എന്നാണ് പറയുന്നത്. വാൽമീകി രാമായണം എഴുതിയത് ഏത് കാലഘട്ടത്തിലാണെന്ന് പോലും നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. BC 200 മുതൽ AD 200 വരെയുള്ള കാലഘട്ടത്തിലാണ് വാൽമീകി രാമായണത്തിൻ്റെ ആദ്യ ഭാഗം എഴുതിയത് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന രാമായണത്തിൽ ഇന്ന് കാണുന്ന വാൽമീകി രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങളും ഇല്ലായിരുന്നു. 4 കാണ്ഡങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഭാഷാപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കൃതികളിൽ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് വളരെ ശ്രദ്ധയാകർഷിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തുളസീദാസിൻ്റെ രാമചരിതമാനസ് മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച രാമായണങ്ങളിൽ ഏറ്റവും മഹത്തായത് എഴുത്തച്ഛൻ്റെ രാമായണമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡേവിസ് കണ്ണനായ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ സമാധി സ്ഥലമായ ചിറ്റൂരിൽ ഒരു സ്മാരകം സർക്കാർ സ്ഥാപിക്കാത്തതിൽ അദ്ദേഹം അമർഷം രേഖപ്പെടുത്തി. സാഹിത്യകാരൻ കുറ്റിപ്പുഴ രവി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി KA ഗോവിന്ദൻ, ജോർജ് തോമസ്, TN നമ്പീശൻ, PV രാമൻ, KS സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു. ഉഷ രാമചന്ദ്രൻ, ഇന്ദിര വരവൂർ എന്നിവർ കാവ്യാലാപനം നടത്തി. ന്യൂസ് ഡെസ്ക് എനി ടൈം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.